നമസ്കാരം. ലാലൂര് ദേവസ്ഥാനത്താണ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മുട്ടിറക്കി കഴിഞ്ഞാൽ നാളികേരം എന്താ ചെയ്യുക? പല ക്ഷേത്രങ്ങളിലും അത് മില്ലിലേക്ക് കൊടുത്തു. വലിയ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് നാളികേരം ഉണ്ടാവും. ഒരുപാട് മുട്ടിറക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളികേരം ഉണ്ടാവും. അതൊക്കെ ഒരു കോൺട്രാക്ടർ വന്ന് എടുത്തുകൊണ്ടും ഇവിടെ പാറമേക്കാവിലൊക്കെ കൊട്ട എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടകള് ഒരു ചാക്കുകളിലാണ് മുട്ടിറക്കിയിട്ട് നാളികേരം ഉണ്ടാവുക. അതൊക്കെ ഒരു കോൺട്രാക്ടർ വന്ന് എടുത്തുകൊണ്ടും അത് വെളിച്ചെണ്ണാട്ടെന്ന് തോന്നുന്നു. ആ വെളിച്ചെണ്ണാട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ കാശ് എത്രയാണെങ്കിൽ അമ്പലത്തിന്റെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. പലരും അങ്ങനെയൊക്കെയാണ്. ശരിക്കുള്ള ഇവിടെ ലാലൂര് ദേവസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകതയല്ല, ശരിക്കുള്ള മുട്ടിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷങ്ങളൊക്കെ അത് ഹോമത്തിന് തുല്യമാണത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മുട്ടിറക്കൽ മാത്രമല്ല, മുട്ടിറക്കി കഴിഞ്ഞാൽ ആ നാളികേരം മുഴുവൻ കത്തിച്ച് ദഹിച്ചു പോണം. അപ്പോഴാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ ആകില്ല എന്നാണ് അതിന് പറയാം. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അറിയാലോ, നിങ്ങൾക്കറിയാലോ അല്ലേ? ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള ചെടികളൊക്കെ, പൂവ്, ചെത്തി, തുളസി, വാഴല, ഇതൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെയാണ് ഉണ്ടായത്. തന്നെയാണ് എല്ലാം ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത്. ഇതായിപ്പോൾ ഇത് കത്തിക്കണു, കത്തി വന്നിട്ടുള്ളൂ. ഹോമത്തിന് തുല്യമാണ്. അതായത് ഇത് ദഹിച്ചു പോകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ ദഹിച്ചു പോകണു എന്നുള്ളതാണ്. സെയിം ഹോമം തന്നെയാണ് ഇത്. മനസ്സിലായല്ലോ അല്ലേ? ലാലൂര് ദേവസ്ഥാനത്ത് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മുട്ടിറക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിക്കുന്നത്. നമ്മളത് ചെയ്യുന്ന, അല്ലാണ്ട് വെറുതെ മുട്ടിറക്കി പലരും ചോദിക്കണേക്കാം, എന്ത് 251 രൂപ ശത്രുസംഹാരത്തിന്, എന്താ 1001 രൂപ എന്നൊക്കെ പറയണവരൊക്കെ ഉണ്ട്. നമ്മളത് നോക്കാറില്ല. ആരെന്ത് പറയണമെന്നുള്ളതല്ലോ. 4 മുട്ടുള്ളെങ്കിൽ 4 മുട്ട്, 4 നാളികേരം ഉള്ളെങ്കിൽ ഇത് കുറച്ചുള്ളൂ നാളികേരം കണ്ടോ. ഇത് വളരെ കുറച്ച് നാളികേരമുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 5, 6 എണ്ണം കണ്ടുള്ളൂ. അത് ചെയ്യില്ല. നമ്മൾ കൃത്യമായിട്ടത് ചെയ്യും. ചെയ്ത് അവരുടെ നമ്മൾ ദോഷങ്ങൾ അകറ്റാനില്ല അവർ 1 രൂപ തരണേ. അപ്പോൾ അവരുടെ ദോഷങ്ങൾ അകറ്റി കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ, എൻ്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ. സ്വാമിയിലേക്ക് അർപ്പിക്കൽ മാത്രമല്ലല്ലോ, സ്വാമി പറയുന്ന ആ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുമ്പോഴല്ലേ ദോഷങ്ങളായിട്ട്. എല്ലാവർക്കും ലാലൂര് ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന്. നമസ്കാരം. ലാലൂര് ദേവസ്ഥാനത്താണ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ. എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ മുട്ടിറക്കി കഴിഞ്ഞാൽ നാളികേരം എന്താ ചെയ്യുക? പല ക്ഷേത്രങ്ങളിലും അത് മില്ലിലേക്ക് കൊടുത്തു. വലിയ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് നാളികേരം ഉണ്ടാവും. ഒരുപാട് മുട്ടിറക്കി കഴിഞ്ഞാൽ ഒരുപാട് നാളികേരം ഉണ്ടാവും. അതൊക്കെ ഒരു കോൺട്രാക്ടർ വന്ന് എടുത്തുകൊണ്ടും ഇവിടെ പാറമേക്കാവിലൊക്കെ കൊട്ട എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടകള് ഒരു ചാക്ക്